ജനിച്ചു വളർന്ന മണ്ണിൽ ദ്വീപിൽ ഒരെണ്ണം, അദ്ദേഹം ജോലി ചെയ്ത ഒരു സ്ഥലത്ത്, എവിടെ 2 സ്ഥലത്ത് എന്തായാലും വെക്കണമല്ലോ. അതെ അതെ, നോക്കട്ടെ. ഇപ്പൊ 2 സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ചെലവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. കളക്ടറല്ലേ പൈസ കൊണ്ടല്ലോ. അങ്ങനെയല്ലേ, അത് വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല? ഞാൻ ചിന്തിച്ചത് അതാണ്. കാരണം നമുക്ക് ഒത്തിരി ആൾക്കാർക്ക്, നമ്മൾ ദ്വീപിൽ നിന്ന് തന്നെ ഇവാക്വേഷൻ ചെയ്ത് വരുന്ന ആൾക്കാർ ഒത്തിരി പേര് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതല്ലേ കൂടുതൽ, നമ്മൾ എന്തിനാണ് ഇതൊക്കെ സമ്പാദിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളുടെ കുറച്ച് കാലമാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. ആ കുറച്ച് കാലം നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഞാൻ കണ്ടില്ല എന്ന് വെക്കുന്നതല്ല, ഇതൊന്നും ഇല്ലാതെ, ആരോടും ഷെയർ ചെയ്യാനില്ലാതെ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് ആരും ഇല്ലാതിരിക്കുന്നു. അപ്പം ആ ആളുകളെ നമുക്ക് സഹായിക്കാൻ ഉപയോഗിച്ചൂടെ ഇതൊക്കെ? അത് ശരിയാണ്. മനസ്സ് നല്ലതാണ്. മനസ്സ് അങ്ങനെ ഒരു മനസ്സ്, ഒരു ചിന്താഗതി ഉള്ളതാണ് ഐഷയുടെ വളർച്ചയും. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ ചോദിച്ചെന്നുള്ളൂ, ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്നു ഐഷയെ. എനിക്ക് തോന്നുന്നു കേരള സർക്കാർ ഒന്നടങ്കം സ്നേഹിച്ചു അല്ലേ? കേരള സർക്കാർ പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ പിണറായി സാർ എന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. സാറിനെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. സാർ എനിക്ക് എന്ത് സഹായം ചെയ്തു തരാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല, വന്ന വഴി ഒരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാ MP മാരും, അത് CPM ആയിക്കോട്ടെ, CPIM ആയിക്കോട്ടെ, അതേപോലെ കോൺഗ്രസ് ആയിക്കോട്ടെ, എല്ലാ MP മാരും ഞങ്ങളുടെ ഒപ്പം, എൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പം ഒക്കെ നിന്ന ആൾക്കാരാണ്. അപ്പം പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇളമരം കരീം സാറൊക്കെ എൻ്റെ ഒപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ സഹായിച്ചിട്ടുള്ളൊരു സാറാണ് ഇളമരം കരീം സാർ. ലക്ഷദ്വീപിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ സാറിനെ അറിയിക്കുമ്പോൾ സാർ അപ്പം തന്നെ അത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്ന വ്യക്തിയാണ് ഇളമരം കരീം. അങ്ങനെ തന്നെ ഒരുപാട് അന്നത്തെ ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന വഴിയിൽ എനിക്ക് സർക്കാർ എന്ന് പറയുന്നത് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ലക്ഷദ്വീപിനെയാണ്. അപ്പോൾ ലക്ഷദ്വീപിനെ അതിയായി സ്നേഹിക്കുന്ന ഒരു ജനതയാണ് കേരള ജനത ലക്ഷദ്വീപിനെ ചേർത്ത് പിടിച്ചത് കണ്ടിട്ടുണ്ടല്ലോ. വേറെ സ്റ്റേറ്റുകാർ ചിലപ്പോൾ അസൂയായിരുന്നു. അങ്ങനെയായിരുന്നു. അതേപോലെ എടുത്തു പറയാനാണെങ്കിൽ മീഡിയക്കാരാണ്. അന്ന് മീഡിയക്കാർ ഇല്ലായിരുന്നെങ്കിൽ ലക്ഷദ്വീപിലെ ഈ പ്രശ്നം ആരിലും എത്തില്ലായിരുന്നു. റിപ്പോർട്ടറിൽ നികേഷ് സാറ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതുപോലെ അതൊന്നും പറയാൻ പറ്റില്ലേക്ക. കാരണം എന്തുണ്ടെങ്കിലും എനിക്കൊരു ബ്രദറിനെ പോലെ വിളിക്കാൻ പറ്റുന്ന നികേഷ് സാറും അലീക്കയൊക്കെ ഇന്നും എൻ്റെ ഒക്കെ ഫേവറേറ്റ് ഇതിലിട്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാവരും, ഷാമിലായിക്കോട്ടെ, ഇവരൊക്കെ ഒരുപാട് ആളുകളുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്. ഓരോ ചാനലും ആശ ചേച്ചി, മനോരമയിൽ ആശ ചേച്ചി ആയാലും, ഏഷ്യാനെറ്റിൽ ഷാമില്, റിപ്പോർട്ടറിൽ നികേഷ് സാർ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മളെ ലൈഫിൽ അന്ന് ഏത് രാത്രിയും വിളിക്കുമ്പോൾ ഓടി വന്ന് ആ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് എല്ലാം കാണിക്കാൻ കഴിച്ചു. അതൊക്കെ ഭയങ്കരമായിട്ട് എന്നും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വിളിച്ചാൽ ഇപ്പം ഈ ഏത് സമയത്ത് ഞാൻ ഇവിടെ വന്നിരിക്കാനുള്ള റീസൺ. അതെ, ഞാനത് ഐഷയുടെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീട്ടിലൊരു അംഗത്തിൻ്റെ വിവാഹം പോലെയാണ് ഞാൻ കാണുന്നത്. ഞാനൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഏത് കാര്യത്തിലും ഏത് സംഭവവും നമ്മൾ സംസാരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഐഷയുടെ വിവാഹം ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അറിയുന്നു. അന്ന് തന്നെ ഞാൻ ഐഷയെ വിളിക്കുന്നത്, ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. അന്ന് ഐഷയോട് സംസാരിക്കുന്നു. പിന്നീട് ഐഷ പറഞ്ഞു ഇതൊന്നും ആഘോഷമാക്കുന്നില്ല, ആരും കൊടുക്കില്ല. പിന്നീട് നോക്കുമ്പോൾ വാർത്തയിൽ അതാ ഞാൻ പറഞ്ഞത് വളരെ ജെനുവിനായിട്ട് ഇക്കാനോട് ഞാൻ പറഞ്ഞു, ഇത് വാർത്ത ആക്കണ്ട, ഇത് വാർത്തയിൽ പോകുന്ന ഒരു കാര്യമല്ല. കാരണം ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇതിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. സംഖ്യകളാണ്. എനിക്ക് തോന്നുന്നു സംഖ്യകൾക്ക് ഇതെന്താണെന്നറിയോ, അവരൊരു ആയുധമാക്കി നോക്കുന്നതാണ്. അതായത് ഇപ്പോൾ അവർ വിചാരിക്കുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് മുസ്ലിംസിൻ്റെ അടുത്ത് നിന്ന് മാത്രമാണെന്ന്. അപ്പം ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ളൊരു ടൂളായിട്ടാണ് അവരിപ്പോൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവളിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു സംഖ്യയാണ്, ഇവളിപ്പോൾ സുഡാപ്പികളെ ചതിച്ചു, ഈ കമൻ്റല്ലേക്ക് കാണുന്നത്. ഈ കമൻ്റാണ് ഞാനും കണ്ടത്. അപ്പം ഞാൻ ആരെ ചതിച്ചു എന്നുള്ളത്, ചതിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം സമൂഹമാണ് ഇവിടെ ഉള്ളത്. അവരെ ഞാൻ ചതിക്കേണ്ട കാര്യമില്ല. ഇത് എൻ്റെ ഇഷ്ടമാണ് ഞാനൊരാളെ കല്യാണം കഴിച്ചത്. അതും ഞാനും എൻ്റെ പേഴ്സണാലിറ്റിയും ഞാൻ ചെയ്യുന്ന കർമ്മവും തമ്മിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. ഉണ്ടോ? ഞാൻ ഇന്നും ലക്ഷദ്വീപ് ജനങ്ങൾക്കൊപ്പമാണ്. ഇന്നും അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന ഒരുത്തിയാണ്. ഇന്നും ഈ പറയുന്ന
സംഘികൾക്കെതിരെ ശക്തമായ ഭാഷ കഴിഞ്ഞ പ്രയോഗിച്ചു. ദിവസം എന്തോ പോസ്റ്റർ വാഴയുടെ അല്ലേ, വാഴ നടണം. എന്താണെന്നറിയോ, ശരിക്കും ഈ സംഘികളില്ലേ, സംഘികളോട് സംസാരിക്കുന്നതിലും ഭേദം വാഴ നടന്നത് തന്നെയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവരോടൊക്കെ സംസാരിക്കുന്നതിലും ഭേദം നമുക്കൊരു വാഴ നടുക, അതിനൊരു ഗുണമുണ്ട്. അല്ലെങ്കിൽ ഈ പഴയ പിന്തുണ ഐഷയ്ക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അത് അവർ വരുത്തുന്നതാണ്. ആര്? ഈ സംഘി ചാനലുകൾ വരുത്തുന്ന ഒരു തരം മാനസിക ഇതാണ്. ഇപ്പം ഞാൻ പറയാം, ഒരാളെ ഇപ്പം നോക്കിയിട്ട് അയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4-5 യൂട്യൂബ് ചാനൽക്കാർ അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അത് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകം അവർ നമുക്കൊരു ഭ്രാന്തായിട്ട് തോന്നുമല്ലോ, ഇല്ലേ? ഈ തോന്നൽ ഉണ്ടാക്കിക്കുകയാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. ഇവരുടെ അജണ്ടയാണത്. ഈ സംഘികളുടെ അജണ്ട എത്രത്തോളം ഭീകരമാണെന്നുള്ളത് എന്നെ രാജ്യദ്രോഹിയാക്കിയപ്പോൾ മനസ്സിലായില്ലേ. എന്നെ പാകിസ്ഥാനി ആക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ടീമിനെ വരെ ഇറക്കിയില്ലേ. എനിക്ക് IS ബന്ധം ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ കോള് വരുന്നു എന്ന് പറഞ്ഞ ഒരു ഫാമിലിനെ വരെ ഇവർ കൊണ്ടുവന്നില്ലേ രംഗത്ത്. അതൊക്കെ ഇക്കാക്ക് ഓർമ്മയുണ്ടോ? അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇവർ സൃഷ്ടിക്കുന്നത്. ആ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ഫാമിലിനെ വരെ ഇവർ കൊണ്ടുവന്നു. കാരണം എന്താ? ഇവരുടെ അജണ്ട ഇതാണ്, എന്നെ ഒരു IS തീവ്രവാദിയാക്കി മാറ്റണം, എന്നെ ഒരു പാകിസ്ഥാൻകാരിയാക്കി മാറ്റണം, ആളുകളുടെ ഇടയിലേക്ക് ഈ വിദ്വേഷം ഇങ്ങനെ പ്രചരിപ്പിക്കണം. ഇത് ഇവരുടെ ഒരു അജണ്ടയാണ്. ഈ അജണ്ട തന്നെയാണ് ഇപ്പോൾ എൻ്റെ കല്യാണ കാര്യത്തിൽ ഇവർ പ്രയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ളൊരു ജനതയാണല്ലോ കേരള ജനത. കേരള ജനത എന്ന് പറയുമ്പോൾ പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളതാണ്, അല്ലാതെ ഇവരെ പോലല്ല ഈ ടോയ്ലറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വാർത്തയായിട്ട് വരുന്ന ആൾക്കാരല്ലല്ലോ. കേരള ജനങ്ങൾക്ക് ഒരു ബോധമുണ്ട്. അപ്പോൾ അവരെ പറ്റിക്കാനൊന്നും ഇവർ വിചാരിച്ചാൽ നടക്കുമൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. ഡൽഹിയിൽ എവിടെയാണ്? ഡൽഹി പ്രോപ്പർ ഡൽഹി ഗുരുഗ്രാം എന്ന് പറഞ്ഞ സ്ഥലം. അവിടുത്തെ കളക്ടറാണ്? ആ, കളക്ടർ അല്ലേ? അതെ. ഐഷ ഡൽഹിയിൽ എവിടെയാണ്? ഞാനിപ്പോൾ താമസിക്കുന്നത് ഗുരുഗ്രാം ഹരിയാന ബോർഡറിലാണ്. അപ്പോൾ നിങ്ങൾ കുറേ ദൂരം ഉണ്ടല്ലോ. ദൂരമൊക്കെ ഉണ്ട്, അതെ. ഐഷ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഞാനിപ്പോൾ ഒരു പടം, ഒരു പുതിയ സ്ക്രിപ്റ്റ്, നമ്മൾ 124A എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റിൻ്റെ കാര്യം മിക്കൊക്കെ അറിയാമല്ലോ. ഞാനത് പൂർത്തിയാക്കിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ എമ്പുരാനും ഇങ്ങനെ ഓരോ പണിയൊക്കെ കിട്ടിയത് കണ്ടില്ലേ. ഇങ്ങനെ പല രീതിയിലും അതിൽ പക്ക പൊളിറ്റിക്സ് ആണല്ലോ. 124A എന്ന് പറഞ്ഞ അതെന്ന് പറയുമ്പോൾ എൻ്റെ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെയാണ്. അപ്പോൾ അതിൽ നമ്മൾ പക്ക പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ആ പടമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും BJP ഗവൺമെൻറ് ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനിപ്പോൾ BJP ഗവൺമെൻറ് മാറി കോൺഗ്രസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ട് നടക്കുമോ? അപ്പോൾ കോൺഗ്രസ് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഇന്ത്യ മുന്നണി ഇത്രയും ശക്തമായിട്ട് പ്രയത്നിക്കുന്നത്. ഇന്ത്യയിലെ ഓരോ എന്നിട്ടും പരാജയമാണ് ഒരു പരാജയം എന്നും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ പരാജയപ്പെടാത്ത ആരാണുള്ളത്? പരാജയം കൊണ്ടാണ് ഒരു ജയം ഉണ്ടാവുക. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പരാജയം ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഉണ്ടാവും. നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമുക്കെന്താണ് നമ്മൾ ചെയ്യേണ്ട തൊഴിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇന്ത്യ മുന്നണി വന്നേ പറ്റുള്ളൂ. BJP ഭരണത്തിൽ നിന്നുകൊണ്ട് എല്ലാ സ്റ്റേറ്റും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കണം. അപ്പോൾ കോൺഗ്രസ് ഇന്ത്യ മുന്നണി അവിടെ വന്നാൽ മാത്രമേ നമുക്കൊരു രക്ഷയുള്ളൂ എന്ന് അതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു റിസൾട്ട് നമുക്ക് എന്നാലും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. ഞാൻ ആ സ്ക്രിപ്റ്റ് അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു റിയൽ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ റെഡിയാക്കി. ആ സ്ക്രിപ്റ്റിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ശരിക്കും ഡൽഹിയിൽ പോയത്. സിനിമയിലേക്ക് ഉടൻ തന്നെ ഉണ്ട്. അതേ ഉള്ളൂ. സിനിമയാണ് വേറെ തൊഴിൽ എനിക്കറിയില്ലല്ലോ. സിനിമയാണ്. അതെ അല്ലേ. ഈ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം രജിസ്റ്റർ മാരേജാണ് കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ എല്ലാവരും വിളിച്ചൊരു ഫംഗ്ഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നടത്തേണ്ടതായി വരും എന്നുള്ള കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു യാത്രയൊക്കെ പോകണ്ടേ? ഉദ്ദേശിച്ച ഹണിമൂണാണ്. ഇതാ പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും ആ ഒരു പാറ്റേൺ അല്ല, ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. രണ്ടുപേർക്കും ഉത്തരവാദിത്തം കൂടുതലാണ്. ആളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എൻ്റെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും സമയത്തിന് വാല്യൂ ഉണ്ട്. രണ്ടുപേരുടെ സമയവും വളരെ വാല്യബിൾ ആണെന്നുള്ളത് തിരിച്ചറിയുന്ന രണ്ടുപേരാണ്. ഞങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിന് ഇത്രയും ദൂരെ യാത്ര ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എവിടെയും പോയി ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഈ ഒരു ചെറിയ മൂമെൻറ്റിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ പിന്നെ ആ മൂമെൻറ്റ് എൻജോയ് ചെയ്താൽ പോരെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.